വെൽക്കം ടു രജൻസ് ജോർജറ്റിലെ ഐറ്റംസ് ആട്ടോ. ജോർജറ്റ് ആണ് ഫാബ്രിക്. നിങ്ങൾക്ക് അത്യാവശ്യം ഫംഗ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാം. നല്ല റീസണബിൾ ആണ് പ്രൈസ്. ഞാൻ ഈ ഒരു മോഡലിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ തന്നെ കളർ ചാർട്ട് ഡിഫറെന്റ് ആയിട്ട്, കളർ ചാർട്ടും ഈ ഒരു വർക്കിനും കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൽ ബീഡ്സ് വർക്ക് ആണെങ്കിലും ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ഞാൻ അടുപ്പിച്ച് കാണിക്കാവേ. വീനക്കാണ് പാറ്റേൺ വരുന്നത്. വീല് തന്നെ ഫ്രഞ്ച് നോട്ടിന്റെ ഡിസൈനും ഉണ്ട്, ആന്റിക് കട്ട് ബീഡ്സിന്റെ ഡിസൈനും ഉണ്ട്. അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് നല്ല വർക്കാണ് ചെയ്തേക്കുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് ആട്ടോ. ദുപ്പട്ടയാണെങ്കിലും കുറച്ച് ഡിഫറെന്റ് പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഒരു സെന്ററിൽ മാത്രമായിട്ട് ഇതുപോലെ ഒരു ഹാഫ് ഓവൽ ഷേപ്പിലുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെയാണ് ഡിസൈൻ. അപ്പൊ നമുക്ക് എങ്ങനെ ഇട്ടാലും ഈ ഒരു വർക്ക് കാണാൻ പറ്റും. സെന്ററിൽ മാത്രമായിട്ട് ഇട്ടാലും അല്ല തലയിൽ ഇട്ടാലും എങ്ങനെയാണെങ്കിലും ഈ ഒരു വർക്ക് നന്നായിട്ട് എടുത്ത് കാണുകയും ചെയ്യും. സൈഡ് ബോർഡേഴ്സിലല്ലാതെ തന്നെ സെന്ററിൽ മാത്രമായിട്ടാണ് വർക്ക് കൊടുത്തേക്കുന്നത്. ഇതിന് ബോട്ടം വിത്ത് ലൈനിങ് സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക് ആണ്. നമ്പർ വരുന്നത് F458. നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു രാമഗ്രീന്റെ മോഡൽ ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ നോർമൽ രാമഗ്രീന്റെ പോലെ അത്ര ഭയങ്കര തെളിഞ്ഞ കളറല്ല, ഒരു ഇത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്. പക്ഷെ നല്ല കളർ ചാർട്ട്, മൊത്തത്തിൽ കളർ ചാർട്ട് കാണുമ്പോൾ ഒരു നല്ല ലുക്കുള്ള കളർ ചാർട്ടാണ്. പിന്നെ ആ വർക്കിനാണേലും ഫ്രഞ്ച് നോട്ട് ഡിസൈൻ, അതൊരു ഒരു പീച്ചും വൈറ്റും എല്ലാം മിക്സ് ആയിട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് ഒരു ഇച്ചിരി എടുപ്പ് കൂടുതലും കിട്ടുകയും ചെയ്യേ. ദുപ്പട്ടയ്ക്കകത്ത് ആന്റിക് ബീഡ്സ്, ഗോൾഡൻ ബീഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ട്, പിന്നെ കുറച്ച് കട്ട് ബീഡ്സിന്റെ ഡിസൈനും ഉണ്ട്. ഇത് സൈഡ് ബോർഡേഴ്സ് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടോ, 4 സൈഡും നല്ല ലെങ്തി ആയിട്ട് തന്നെ ലോക്ക് ചെയ്ത് മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഇതിനും ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട്. ഇതിനും നമ്പർ വരുന്നത് F459.